റോഡിൻ്റെ ശോച്യാവസ്ഥ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരോട് ബൈപ്പാസിന് സമീപത്തുള്ള പാറശാലയിലേക്ക് കടക്കാനുള്ള പ്രധാന വഴിയാണ്. ഏറെക്കാലത്തെ നാട്ടുകാരുടെ പ്രതിഷേധമാണ് റോഡ് നന്നാക്കി നൽകണമെന്നുള്ളത്. നമുക്ക് എന്താണ് വിഷയമെന്നുള്ളതാണ് ചോദിച്ചറിയുന്നത്. നമുക്ക് ചോദിക്കാം. കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് റോഡിൻ്റെ എൻഡ് ഭാഗമാണ് ഈ പാലത്തിൻ്റെ ഇവിടം വരെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടക അങ്ങനെ ഏകദേശം നമ്മുടെ സൗത്ത് ഇന്ത്യൻ മേഖലയിലുള്ള ഏകദേശം വാഹനങ്ങളും കടന്നു പോകുന്ന ഇതുവഴിയാണ്. അപ്പോൾ ഈ തമിഴ്നാടിൻ്റെ ഈ ബൈപ്പാസ് റോഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ വാഹനങ്ങൾ കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ടിത് തിരിഞ്ഞു പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ യാത്രക്കാർ നടന്നു പോകാൻ പോലും നടപ്പാതെ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ദിനം പ്രതി റോഡിൽ കുളം കുഴിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡൊന്ന് കുളമായി മാറിയിരിക്കുകയാണ്. ആ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണും. ദിനം പ്രതി വാഹനങ്ങൾ പോകുമ്പോഴും 8-10 വാഹനങ്ങളാണ് നിരം പ്രതി ഇവിടെ മറിഞ്ഞു വീഴുന്നത് ഈ ഭാഗത്ത്. അങ്ങനെ അധികമായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുടെ കൈകാലുകൾ പൊട്ടുന്നു. ഞങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, BJP പ്രവർത്തകർ ഉൾപ്പെടെ അവർ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുകയുണ്ടായി. എത്തിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ ഒരു ഫാമിലിയായിട്ട് ഒരു ആക്റ്റീവ് വന്ന ഒരു ഫാമിലി, കൊല്ലംകോടുള്ള ഒരു സ്വദേശിനി, അവർ വീണു. അവർ കുട്ടി ഉൾപ്പെടെ തോളിൽ പൊട്ടേണ്ട ഗതികേടുണ്ടായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ അപകടങ്ങളുണ്ടാവും, അപകട മരണമുണ്ടാവും, ഈ കുഴി മരണക്കുഴിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യം ഇതിനൊരു പരിഹാരമാണ്. യാത്രക്കാർക്ക് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, സുഗമമായിട്ട് വാഹനം കാൽനടക്കാർക്ക്, മറ്റുള്ള സ്കൂൾ കുട്ടികൾ നിരവധി പോകുന്നുണ്ട്, സ്കൂൾ വാഹനങ്ങൾ പോകുന്നുണ്ട്, ആംബുലൻസുകൾ പോകുന്നുണ്ട്. അങ്ങനെ ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ആ ആയിരക്കണക്കിന് വാഹനം കടന്നു പോകുമ്പോൾ സാധാരണ ബസ്സോ ബൈക്കോ ഓട്ടോറിക്ഷയോ കാറോ അല്ല, വലിയ കണ്ടെയ്നറുകൾ. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം വലിയ കണ്ടെയ്നറുകൾ ഇതുവഴി കടന്നു പോകുന്നത്. ആ കണ്ടെയ്നറുകൾക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഈ റോഡിനില്ല. അതാണ് ഈ കുഴി ഇത്രയും വലിപ്പമായി വരുന്നത്. അതുകൊണ്ടാണ് ഈ കുഴി ഇത്രയും വലിപ്പമായി വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവഴി ജനപ്രതിനിധികൾ കടന്നു പോകുന്നുണ്ട്, MP പോകുന്നുണ്ട്, MLA പോകുന്നുണ്ട്, മറ്റുള്ള ജനപ്രതിനിധികളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കടന്നു പോകുന്നുണ്ട്, അധികാരികൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അധികാരികളുടെ കണ്ണു തുറക്കൂ എന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ പൊതുജനങ്ങൾ പറയാറുള്ളത്. അധികാരികളുടെ, അത് ഏത് ഉദ്യോഗസ്ഥനായാലും അവരുടെ കണ്ണ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം നടത്തേണ്ട ഗതികേടിലേക്ക് വരും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമുക്കിവിടെ ജനങ്ങളുടെ ജീവനാണ് വില. ആ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ, ഇവിടുത്തെ നാട്ടുകാരെന്ന നിലയിൽ, പൊതുജനമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്തായാലും ഇത് അധികാരികളുടെ ചെവിയിൽ എത്തിക്കണം. ഇങ്ങനെയൊരു സംഭവം, ദിനം പ്രതി വരുന്ന മരണങ്ങൾ, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഞങ്ങളുടെ കടമയാണ്. നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അനാവശ്യമായിട്ടുള്ള ചെക്കിങ് നടക്കാറുള്ളൂ. ഇല്ലാത്ത ഹെൽമെറ്റിൻ്റെ പേരിൽ, ഇല്ലാത്ത ലൈസൻസിൻ്റെ പേരിൽ, അനാവശ്യ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ട് ജനങ്ങളെ നിന്ന് പിടിയല്ലേ. ഇതെന്തുകൊണ്ട് അവർ കാണുന്നില്ല? ജനങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടി 2 സൈഡിലൂടെ നടപ്പാതെ പോലും ഇല്ലേ, കാണുന്നില്ലേ? നടപ്പാതെ ഉണ്ടോ? വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല, ഒന്നുമേല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അധികാരികൾ ഇവിടെ വരണം, അവരെ കണ്ണ് തുറക്കണം. ഈ അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ടത് അധികാരികളുടെയും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യമാണ്. അത് നിറവേറ്റണം എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് വ്യക്തമാക്കി തന്നെ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. ഈ റോഡിൻ്റെ ഉത്തരവാദിത്വം രണ്ടുപേരും ഇല്ല, ആരുമില്ല. ഒരു കേന്ദ്രത്തിനും ആരുമില്ല, സംസ്ഥാനത്തിനും അല്ല, പഞ്ചായത്തിനും ഇല്ല. ആരും അത് കേന്ദ്രം കേട്ടാൽ പറയും നമ്മളിത് പാച്ച് വർക്കെല്ലാം ചെയ്യുന്നത് പഞ്ചായത്താണെന്ന് പറയും. പഞ്ചായത്ത് തരത്തിൽ പറയും നമുക്കല്ല ഇത് മെയിൻ റോഡ്. ഏത് പഞ്ചായത്താണ് ഇത്? കാരോട് പഞ്ചായത്താണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ആണ്. ഇങ്ങനെ തർക്കമെന്നല്ലാതെ ആരും ഒരു ഇത്രയും ഭാഗം നമ്മുടെ ഇത്രയും കേരളമാണ്. തമിഴ്നാട് കാര്യം നമുക്ക് പറയാൻ നോക്കില്ല, അവർക്ക് അതിൻ്റെ അപ്പുറമാണ്. ഇതെന്താണ് ചെയ്യണമെന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള ചാനൽക്കാരുണ്ടെങ്കിലും ഒന്ന് നടക്കുള്ളൂ. എനിക്കത് പറയുള്ളൂ. നിങ്ങളൊരാൾപ്പാട് ചെയ്യുക. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സങ്കടം കാണാൻ നമുക്ക് വയ്യാതിരിക്കുകയാണ്. അത്ര ഒരു ബുദ്ധിമുട്ടാണ്. ബൈക്കായാലും ശരി തന്നെ, ഒരു ആട്ടോയാലും ശരി. ആട്ടോയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു സൈഡ് കുഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിന് മുമ്പേ ആയിരുന്നു, അത് വേറെ റോഡിലായിരുന്നു. അങ്ങനെ ഇതേപോലെ വലിയ കുഴിയായിരുന്നപ്പോഴാണിത്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. വണ്ടി കൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ വന്ന് ഇടിക്കുക. ചിലവർ ലോങ്ങിൽ നിന്ന് ദൂരത്തിൽ നിന്നൊക്കെ ആയിരിക്കും ആൾക്കാർ ബൈക്കിൽ വരണം. പെട്ടെന്ന് ആ റോഡ് അറിയില്ല, മഴവെള്ളം ചെറിയ കുഴി പോലെയാണ് ഇറങ്ങുന്നത്. കൊണ്ടങ്ങ് ഇറക്കുമ്പോൾ വീഴും. അതുപോലെ ഒരു ഫാമിലി ആയാലും ശരി തന്നെ, എന്തായാലും ശരി, അതൊക്കെ ശ്രദ്ധിക്കണം. റോഡായിട്ട് ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. ഇത്രയും വലിയ കുഴി കിടക്കും. അതിപ്പോൾ ബസ്സായാലും ശരി, എന്ത് വണ്ടിയായാലും ശരി, ബസ് പോലും തറ തട്ടിയൊക്കെയാണ് ഇറങ്ങി വേണത്. കാറായാലും പമ്പർ തട്ടി ഭയങ്കര പ്രശ്നം, ഭയങ്കര സൗണ്ടും
അതുപോലെ എന്നിട്ട് അവിടെ നിന്ന് വേണവർക്കും പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാം പ്രശ്നമാണ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. റോഡ് ഇങ്ങനെ കുഴിയായി കിടക്കുന്നത്, അതെങ്ങനെയും മാറ്റിയേ പറ്റൂ. കാരണം വഴി പോണവർക്ക് ഭയങ്കര പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പരാതികൾ കൊടുത്തിരുന്ന വാഴ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇതൊക്കെ വെച്ചിരുന്നു. എന്നിട്ടും ഒരു ഫലവുമില്ല. ഇതുവരെ ഒരു ഫലവുമില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. തിരിഞ്ഞു നോക്കുന്നില്ല. അതാ പ്രശ്നം. അതല്ല, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെയ്ത് വിട്ടിരുന്നെങ്കിൽ പോലും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പം ആർക്കിതൊക്കെ ആട്ടൊക്കെ പോകണമല്ല, പറയാൻ പറ്റത്തില്ല. ഒരു സൈഡ് വീണ് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് മറിയും. പിന്നെ അത് ഓട്ടത്തിൽ ഇതിനു മുമ്പ് ഇവിടെ ഇല്ലായിരുന്നിട്ട് വേറെ റോഡുകളിൽ ഇതേപോലെ ആയിരുന്ന റോഡ് സാധ്യതയുണ്ട്. പിന്നെ ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒരു സൈഡ് മറിഞ്ഞു കഴിഞ്ഞാൽ ആട്ടയൊക്കെ പെട്ടെന്ന് മറിയണ വണ്ടികളാണ്. അതേപോലെ ബൈക്കായാലും വന്ന് ഇടയ്ക്ക് വീണ ഒരാൾ എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ തലയൊക്കെ എന്തോ പൊട്ടിയെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷയമാണില്ല. ഇപ്പം അടി തട്ടിയൊക്കെയാണ് വണ്ടി പോകുന്നത്. ഇതൊക്കെ എന്ത് സ്ലോ ആയിട്ടാണ്. അത് ഹൈവേ നല്ല റോഡായിരുന്നു. മഴ പെയ്താൽ ഇത് തന്നെ പ്രശ്നം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴീ കാരോട് ബൈപ്പാസ് തുറന്നില്ലേ, അതിന് ശേഷമാണ് ഇത്രയും കുഴപ്പം വന്നത് ഇവിടെ. വണ്ടികളുടെ സാറിത ഇപ്പോൾ കാണുന്നില്ലേ, ഈ വണ്ടികൾ എല്ലാം വന്ന് ഇതിലെയാണ് പോകുന്നത്. അതുപോലെ വലിയ ടാറസുകൾ എല്ലാം ടാറസ്. മഴയത്താണെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടും തന്നെ. എൻ്റെ ഇവിടെ ആണെങ്കിൽ തൊട്ടിരിക്കുന്നു, ഇതായിരിക്കുന്നത് മഞ്ചാക്കുഴി എന്ന് പറയുന്നത്. മഴയത്ത് മൊത്തം വെള്ളം നിറയും. അപ്പോഴറിഞ്ഞുകൂടാ പെമ്പിളർ എത്ര എണ്ണം വന്ന് വിടുന്നതെന്നറിയാം. നമ്മളൊക്കെ ഓടിച്ചൊന്ന് പിടിച്ച് തൂക്കിയെടുത്ത് വിടും. വലിയ കുഴികളാണ്. വലിയ കുഴികൾ. ഏറ്റവും വലിയ കുഴി ഇപ്പോൾ വന്നതാണ്. പരാതിയെ കൊടുത്തില്ലേ? പരാതിയെല്ലാം പറഞ്ഞു നോക്കുമ്പോൾ മെമ്പറെടുത്ത് പറഞ്ഞു, പ്രസിഡന്റിനെ അടുത്ത് പറഞ്ഞു. എന്താ പറയുന്നത്? അവർ പറഞ്ഞു റോഡ് തമിഴ്നാട്ടുകാർക്കാണ്, നമുക്കല്ല അങ്ങനെ അവർ പറയണത്. ഇത് തമിഴ്നാടാണ് ഈ സ്ഥലം? ഈ സ്ഥലം കേരളമാണ്. അതായത് ഈ കുഴി കാണുന്നത് കേരളത്തിലാണ്? കേരളം. തമിഴ്നാടെന്ന് പറയുന്ന ആ ഫാക്ടറി ഇരിക്കുന്നതല്ലേ, അതാണ് തമിഴ്നാട്. കഴക്കൂട്ടമെന്ന് പറയുന്നത് കഴക്കൂട്ടം മുതൽ കാരോടാണ്. ഇത് കാരോട് വരെ കേരളം. കഴക്കൂട്ടത്തിന്റെ അറ്റം. ഇത് കഴിഞ്ഞാണ് തമിഴ്നാട്. അവിടെ പണിയൊന്നും ആയില്ല. ഇപ്പോൾ ഡെയിലി മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിലേക്ക്. ആ പണി ഏറെക്കുറെ പൂർത്തിയായി, പക്ഷേ ഇവിടെ ഒന്നും ആയില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കില്ല. ഇപ്പോഴാണ് പൊടി പിള്ളേരൊക്കെ പോകുന്നതാണ്. വണ്ടികൾ ഇഷ്ടംപോലെ പോകും. സ്കൂൾ ബസ്സുകൾ ആർക്കും പോകാൻ പാടില്ല. എന്താണ് സംഭവിക്കണമെന്ന് പോലും ഇല്ല. നടപടിയില്ല. ഒരു നടപടിയില്ല. ആര് പറഞ്ഞിട്ട് ആരും കേൾക്കണില്ല. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും നടപടി എടുത്തേ പറ്റും. എന്താ വെച്ചാൽ ആളുകൾക്ക് കൊച്ചും കുട്ടിയൊക്കെ സ്കൂളിൽ പോകണ വഴിയും കൂടിയാണ്. വലിയ ആളുകൾക്കും അങ്ങനെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടായാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ്. എന്തെന്ന് വെച്ചാൽ ഈ വഴിയെല്ലാം ആളുകൾ പോയോണ്ടിരുന്നതാണ്. ഇപ്പം ആർക്കും പോകാൻ പാടില്ല. ആ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി വേണം. നടക്കാൻ വഴിയില്ല. എന്താ വെച്ചാൽ വണ്ടി വരെയാണ്. നമ്മളിവിടെ മണിക്കൂറോളം നിന്നാണ് അങ്ങോട്ട് വണ്ടി പോയാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പോകാൻ വഴി വന്നാൽ തന്നെ നമുക്ക് പറ്റുള്ളൂ. അപകടം ഇടയ്ക്കുണ്ടായി. 2 പേര് വീഴുന്നെന്ന് പറഞ്ഞു. ഒരു കൊച്ചിൻ്റെ അമ്മേരെ ആരെയും കൈ ഒടിഞ്ഞെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല, പറഞ്ഞുകൂടാ. അത് നമ്മുടെ മൊത്തം ട്രാഫിക്കായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 9 പേരാണ് വീഴുന്നത്. അതിൽ 5 പേരെ കൈ ഓടിഞ്ഞ് തൂങ്ങിപ്പോയി. ഇവിടെ നിന്ന് പയ്യന്മാരെടുത്താണ് കയറ്റി വിട്ടത്. ഇന്നലെ ഇവിടെ സാധനങ്ങൾ ഇവിടെ സമരം നടത്തി. ആരും വരില്ല ഇവിടെ. കാര്യം നമ്മൾ കുറേ കാലം കൊണ്ട് അവരെടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഇതുവരെ അവർ കൊണ്ട് റോഡിട്ട് അവരിട്ടില്ല. അവർ പറഞ്ഞു ഇവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരും പറഞ്ഞില്ല. കാര്യം ഇന്നലെ ഇത്രയും ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. എന്നിട്ട് ആരെടുത്ത് പറയാം, ആരും കേൾക്കണില്ല. എന്ത് ചെയ്യാനാണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് എന്തെങ്കിലും ചെയ്താൽ അതിനെ വാരി അവർ മാറ്റും. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം വിഴുന്നേരം നമ്മളെ കൊണ്ട് നാട്ടുകാരെ പറ്റുന്നത് നമ്മൾ സഹായിക്കുന്നു. ഇവിടെ നിന്ന് കയറ്റി വണ്ടിയിൽ വിടും. ഇത് ഡെയിലി ഇത് തന്നെ ജോലി. ഡെയിലി ഇവിടെ വീഴാത്ത ഒരാൾ പോലും ഇല്ല. ബൈക്കുകാർ എല്ലാവരും ഫാമിലി ആയിട്ടുണ്ട്. കൊച്ചു പിള്ളേർ ഇവിടെ ഒരു ദിവസം കൊച്ചു പിള്ളേർ 2 പിള്ളേരാണ് ഇവിടെ കിടന്നത്. വെള്ളത്തിനകത്ത് കിടന്നത്. ഞങ്ങളെടുത്ത് കയറ്റിയത് ഇവിടെ വണ്ടിക്കകത്ത്. ആരെടുത്ത് പറയാൻ ആരും വരില്ല. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഇവിടെ സമരം നടത്തി. ആരും പറഞ്ഞില്ല. ഇപ്പം നിങ്ങളിവിടെ കണ്ട കാഴ്ചയല്ലേ ഇത്. ഇതിപ്പോൾ രാവിലെ 2 പേര് വീണ് നമ്മളെടുത്ത് വിട്ട്. പക്ഷെ അവർക്ക് പരിക്കില്ല, എന്നാലും കയറ്റി വിട്ട്. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങളെ കൂടെ നിന്നപ്പാണ് ഇത് സംഭവിച്ചത്. ആരെടുത്ത് പറയാൻ കാര്യമില്ല പറഞ്ഞിട്ട്. റോഡ് ഭയങ്കര കട്ടർ കുഴിയാണ്. നിറയെ വണ്ടികൾ, നിറയെ ആൾ ബൈക്കിൽ പോകുന്ന അത്ര ഭാര്യയും ഭർത്താവായാലും കട്ടറിൽ വീഴുന്ന്, കുഴിയിൽ വീഴുന്ന് ഡെയിലി ആശുപത്രി കൊണ്ടുപോവുകയാണ്. ഒരു അന്യ മന്ത്രിമാരോ MLA മാരോ ആരും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. എത്രയും മാസം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പല ഇത് സ്റ്റേറ്റിലുള്ള വണ്ടികളും ഇതുവഴി പോകുന്നുണ്ട്. കണ്ടെയ്നറായാലും ടൈലറായാലും എല്ലാ സ്റ്റേറ്റിലെ വണ്ടികളും ഇതുവഴി പോകുന്നുണ്ട്. എല്ലാം അടിയിടിച്ചും കാറിൻ്റെ അടിയിടിച്ചും എല്ലാം പോവുകയാണ്. കാറായാലും അറിയാൻ കണക്കിന് ആ രീതിയിൽ പോവുകയാണ്. ഇത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കും.
ഇത് നിങ്ങൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്? പരാതിയൊക്കെ എല്ലായിടവും നിറയെ പരാതിയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് ചെയ്യാം, ഇത് തമിഴ്നാടാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. തമിഴ്നാടാണോ? ഇല്ല, കേരളമാണ്. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു അനക്കവും ഇല്ല. നിറയെ പ്രാവശ്യം നിറയെ ഡെയിലി ഇതുപോലെ ആൾ കുഴിയിൽ വീഴുന്നു. ബൈക്ക് പാറശാല ആശുപത്രിയിലാണ് ഡെയിലി കൊണ്ടുപോകുന്നത്. കൈയൊടിഞ്ഞതും കാലൊടിഞ്ഞതും ഒക്കെ ഇങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അധികാരികളും ഇതൊരു കണ്ണ് കാണില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്തെങ്കിലും ഒരു പോംവഴി കാണാതെ ഇത് നടക്കില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് ഇതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാകാം. റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് വസ്തുതയുമാണ്. എന്താണ് പ്രശ്നങ്ങളൊക്കെ ഇവിടെ നേരിടുന്നത് നിങ്ങൾ? ഇവിടെ ഇതുവഴി പോകാൻ പറ്റുന്നില്ല. വണ്ടികൾ അവിടെ വലിയ കുഴി, കിണർ പോലെയാണ് കുഴി കിടക്കണത്. അങ്ങനെ ഡെയിലി ആക്സിഡൻ്റ് ആണ് കേട്ടോ. ഡെയിലി ആക്സിഡൻ്റ് ആണ്. വണ്ടി തട്ടിയിടുന്നതും ഈ കുഴി വണ്ടിയുടെ ബമ്പറൊക്കെ മാറ്റി ഏകദേശം 10,000 രൂപയാവും. അത് ഡെയിലി അത് ഇടിച്ച് പൊട്ടയാണ്. ആരും നോക്കാനുമില്ല, പറയാനുമില്ല. എന്നും ആൾക്കാർ വീഴുന്നഴിച്ച് പോകണം. എന്ത് ചെയ്യാൻ? ബസ് ഇറങ്ങുമ്പോൾ പോലും തട്ടി ഇറങ്ങിയൊക്കെയാണ് പോകണം. ഭയങ്കര പ്രശ്നങ്ങളാണുള്ളത്. പിന്നെ ബ്ലോക്ക് അവിടെ നിന്ന് വേണം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വേണം ആൾക്കാർക്ക് പോലും സബ് റോഡ് കയറി വരുമ്പോൾ ബ്ലോക്കായി ആ തേരിയിൽ പോലും നിന്നാണൊക്കെ കയറി ഇങ്ങോട്ട് വേണത്. ഭയങ്കര പ്രശ്നങ്ങളാണ്. നമുക്ക് പോലും പോകണമെങ്കിൽ 1 മണിക്കൂർ അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇനി ഇറങ്ങി പോകുമ്പോൾ എല്ലാ കാറുകളും പമ്പറും എല്ലാ കാര്യമായാലും ലോഡ് വണ്ടികളായാലും എല്ലാം ഭയങ്കര പാടാണ്. എപ്പോഴും ഇവിടെ പ്രശ്നം തന്നെയാണ്. എപ്പം മഴ പെയ്താലും കുഴിയും. അതുപോലെ അഞ്ഞിട്ട് എത്ര നല്ല രീതിയിൽ ഇട്ടാലും അവർ കറക്റ്റായിട്ട് ഇടണം. അങ്ങനത്തെ കാര്യങ്ങളാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് എപ്പോഴും ഇത്. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവർ ആരും കൈയേക്കുന്നില്ല. ഒന്ന്, രണ്ടാമത് ഇവർക്കെന്ന് പറഞ്ഞാൽ MP ആയാലും പഞ്ചായത്തായാലും ആരായാലും അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി 10 ദിവസം കൂടെ വരും. വോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. അത് എല്ലായിടും ഇങ്ങനെ തന്നെ. മൊത്തം ഇവർക്ക് ടാക്സ് പിരിക്കാനും ഇതിനെല്ലാം ഉണ്ട്. പക്ഷേ ജനങ്ങൾക്കില്ല. ഈ വണ്ടിക്കുള്ള ടാക്സ്, റോഡ് ടാക്സ് പിടിക്കുന്ന വണ്ടീനെ ഞാൻ പറയുന്നത് ജനങ്ങൾ മൊത്തത്തിൽ ടാക്സ് കൊടുക്കരുത്. കൊടുക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം ക്ലിയറാണ്. അല്ലെങ്കിൽ റോഡിൽ എത്ര പേര് വീണു. അതുകൊണ്ട് എത്ര ദൂരമാണ് ഇങ്ങനെ പ്രശ്നമായിട്ട് നടക്കുന്നത്? ഈ റോഡ് ഏകദേശം ഊരമ്പിനപ്പുറം വരെ പ്രശ്നമല്ല. ഊരമ്പിനപ്പുറം വരെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്തെങ്കിലും അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങളടുത്ത പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു ദിവസം പോലും അപകടമില്ലാത്ത ദിവസമില്ല. എന്നും കുഴിയിൽ തന്നെ വീഴുന്നു. മഴയത്താണ് കൂടുതലും വീഴുന്നത്. റോഡിൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. മഴ സമയത്ത് ആ കുഴിയാന്ന് പോലും അറിയാൻ പറ്റില്ല. ഒത്തിരി പേര് വീണ് അപകടം പറ്റുന്നുണ്ട്. വണ്ടി ആയപ്പോലും ഇച്ചിരി പതുക്കെ സ്ലോയിൽ വന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒത്തിരി അന്യ സംസ്ഥാന വണ്ടികൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരൊന്നും അറിയാണ്ട് ഒത്തിരി അപകടങ്ങൾ അവിടെ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. സ്ഥിരം ഉപയോഗിക്കുന്ന റോഡാണിത്. അതെ സ്ഥിരം. ഇപ്പോൾ ബൈപ്പാസ് വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകാൻ ഏറ്റവും ആക്സസ് ഉള്ളത് ഈ ഭാഗമാണ്. അപ്പോൾ അവിടെ കയറി വരുമ്പോൾ രാത്രിയാകുമ്പോൾ ലൈറ്റ് പോലും ഇല്ല. പിന്നെ കച്ചവട സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് ചില വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തേക്കും. അപ്പോൾ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴയത്താണ് പ്രശ്നം. ഇടയ്ക്ക് അവരൊന്ന് ശരിയാക്കിയായിരുന്നു. പക്ഷെ ഒരു മഴ പെയ്തപ്പോഴത്തേനും പിന്നെയും ബുദ്ധിമുട്ടിലായി. കുട്ടികളെ കൊണ്ടൊക്കെ ഇരിക്കാൻ പേടിയാണ്. ആണ്. 2 വീലറിൽ പോകുമ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അത് അധികാരികൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനിയെങ്കിലും അതിനോട് ഒരു ആക്ഷൻ എടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഴികളും ചെറിയൊരു കുഴിയാറ്റ് വരും. കാരണം ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. അത് നമ്മൾ അറിയേണ്ട കാര്യമല്ല. ഓരോ ചെറിയ ഒരു കുഴി അത് വലുതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു മണൽ കൊണ്ടിടും. ഇട്ടിട്ട് പോകുന്ന അടുത്ത മഴയ്ക്ക് അതാ പോവും.
അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺക്രീറ്റാണ് ഈ ടാറിട്ട റോഡിൽ ടാറിടുക ഒന്നും ചെയ്തിട്ടില്ല. ഈ പരിസരവാസികൾക്ക് എന്താണ് ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ. ആരും ഒന്നും മിണ്ടുന്നില്ല. ആരടുത്ത് പറയാനാ? എല്ലാവരും മിണ്ടാതിരിക്കുക, ഈ ഞാനും. മഴ ഇല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ പറ വീഴുന്നത്. കല്ലിലൊക്കെ തട്ടിയും മറിഞ്ഞു വീഴുകയും ഇതെല്ലാം ചെയ്യണത്. നമുക്കാണെങ്കിൽ കണ്ട് വയ്യ. ഇടയ്ക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ എന്തോ വീണത്? വീണ് 2 കുട്ടികളാണ് വന്നത്. ബൈക്കിൽ കൊണ്ടുപോയപ്പോൾ അവരെ എല്ല് പൊട്ടി, ഇവിടുത്തെ കൈ ഒടിഞ്ഞ്. നമ്മൾ എന്നെ എടുത്ത് കടയിൽ കൊണ്ടുവന്ന് വെള്ളവും അതൊക്കെ കൊടുത്തത്. നമുക്കത് കണ്ട് സഹിക്കാൻ വയ്യ സാറേ. ഇതെന്തെങ്കിലും ഒരു പരിചാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് റോഡിലിരുന്ന് ഒന്നും കാണാൻ പറ്റണില്ല. നിത്യേന അപകടമുണ്ട്. നിത്യം അപകടം തന്നെ. 2 വണ്ടി അന്ന് ഒരു വണ്ടി വന്നെങ്കിൽ ആ ബൈക്കിൽ തട്ടി വീഴുമായിരുന്നു. എങ്കിൽ അവരെ ബാക്കി കിട്ടൂല. ഇതൊക്കെ കണ്ട് നമുക്ക് വയ്യ. 10 പേരിൽ കൂടുതൽ ഒരു ദിവസം വീണ്, ഒരാളെ എല്ല് പൊട്ടി, ഒരാളെ കൈ ഒടിഞ്ഞ്. നമ്മളെ കണ്ണിൻ്റെ മുമ്പേയാണ് ഇതെല്ലാം വന്ന് വീഴണത്. അന്ന് വെള്ളം കെട്ടിക്കിടന്ന്, ഇഷ്ടം പോലെ വെള്ളം കെട്ടിക്കിടന്ന്. അങ്ങനെയാണ്. നമുക്കാണെങ്കിൽ കാണുമ്പോൾ സങ്കടം തന്നെ. ഒരു ദിവസം നമ്മൾ എന്നെ ആട്ട പിടിച്ച് വിട്ടുകൊടുത്ത്. അപ്പോൾ മഴയത്ത് നിരന്തരം പരിക്കാണ്. നല്ല പരിക്ക് സാറേ. ഒരു 10 പേര് അന്ന് വീണ്. കൊച്ചു ഇത്ര ഉള്ള കുട്ടികളെയാണ് സ്കൂളിൽ കൊണ്ടുപോയത്. ചെന്ന് വീണത് കണ്ടപ്പോൾ മൊബൈൽ വെള്ളത്തിൽ നിന്നാണ് എടുത്തത്. ഈ റോഡിൻ്റെ ഈ ശോച്യാവസ്ഥയ്ക്ക് കാരണം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സൈഡ് ഓടയില്ല. പിന്നെ റോഡ് കയ്യേറിയ ആൾക്കാർ കട വയ്ക്കുകയാണ്. പിന്നെ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുന്നില്ല. കുറച്ച് മണ്ണെങ്കിലും ഇടേണ്ട ആ ഒരു സെറ്റപ്പ് പോലും ആരും ചെയ്യുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം അവിടെ. എപ്പോഴും ഈ ഒരു തിരക്കും ബുദ്ധിമുട്ടുണ്ടാവും. 24 മണിക്കൂറും തിരക്കാണ്. ഇതൊരു മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മന്ത്രി ആയാലും MLA ആയാലും കേന്ദ്രമന്ത്രി വരെ ഇറങ്ങി പോണ റോഡാണ്. എന്ന് വെച്ചാൽ കന്യാകുമാരി പോകണമെങ്കിലും മുഖ്യമന്ത്രി വരെ പോണ റോഡാണ്. ഈ റോഡിനാണ് അവരെ ഇവിടെ ഇതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. ആ വഴിയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ ആക്സിഡന്റ് ഡെയിലി നടക്കുകയാണ്, ശരിക്കും നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നാണ്? റോഡിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. സൈഡ് ഓടയും വെച്ച് കടകളെ മാറ്റി ഇവിടെ ഒരു നല്ല രീതിയിൽ റോഡ് ടാർ ചെയ്യുക. അതാണ് ആവശ്യം. ഇത് ഒരു അപ്കീപ്പും ഇല്ല. ഈ സ്ട്രെച്ച് മാത്രം. ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റോഡാണ്. അവിടെ നാഷണൽ ഹൈവേ മനസ്സിലാക്കാം. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്, ബട്ട് ഇറ്റ് ഇസ് ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ. ആ പാട് ഈ ഒരു സ്ട്രെച്ച് എന്തുകൊണ്ടാണ് ആരും അറ്റൻഷൻ കൊടുത്ത് ശരിയാക്കാത്തതെന്ന് കുറേ കാലമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഐ എം വെരി ഗ്ലാഡ് യു ഗൈസ് ഹാവ് ടേക്കൺ ഇറ്റ് അപ് ടു ബ്രിങ് ഇറ്റ് ടു ദി അറ്റൻഷൻ ഓഫ് സംബഡി. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്? അല്ലാതെ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നു. സ്ഥിരം യാത്ര എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ? ഞങ്ങള് നാഗർകോവിൽ സൈഡിലേക്ക്. സ്ഥിരം ഈ പാതയാണ് തിരഞ്ഞെടുക്കുന്നത്? അതെ. ബൈക്കിലൊക്കെ പോകുമ്പം ഇതുവഴി പെട്ടെന്ന് പോകാൻ പറ്റില്ല, അവിടെ കുഴിയല്ലേ. അതുപോലെ ആക്സിഡൻ്റൊക്കെ നടക്കും. അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ കയറി വരും ചിലവന്മാർ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വരും. അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ട്. അതുപോലെ മഴ വരുമ്പം വെള്ളമൊക്കെ പോയി കിടന്നതിനെ അറിയില്ല, കുഴിയാണ്. കുറ്റം പറയാൻ പറ്റില്ല. അപകടം ഉണ്ടാവും. അപ്പം ഇവിടെ സ്ട്രൈക്കൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇതിനൊരു പ്രതിനിധി കിട്ടുമെന്ന് വിശ്വസിക്കും. പരാതിയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാവരും കൊടുത്തായിരുന്നു. ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മഴ സമയത്തൊക്കെ എന്താണ് ബുദ്ധിമുട്ട്? ഇവിടെ മഴ സമയത്ത് റോഡിൽ കൂടെ ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. വണ്ടികളൊക്കെ വളയ്ക്കുമ്പോൾ പെട്ടെന്ന് ആക്സിഡന്റ് ആവാറുണ്ട്. മഴ സമയത്ത് വണ്ടി ആക്സിഡന്റ് ഉണ്ടോ? നിങ്ങൾ ഇവിടെ അടുത്ത സ്ഥാപനത്തിരിക്കുന്ന ആൾക്കാരാണ്? ഞങ്ങൾ ഈ തുണിക്കടയിൽ ജോലി നോക്കുന്ന സ്റ്റാഫ്. നിത്യേന അപകടം കാണാറുണ്ട് ഇവിടെ? ചിലപ്പോൾ ഒക്കെ വണ്ടി വീഴാറുണ്ട്, അപകടം പറ്റാറുണ്ട്. 8-9 വർഷമായി ഞാൻ ഇതിൽ പോകാൻ തീർത്തിട്ട്. എത്ര റോഡ് നന്നാക്കിയാലും ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. മഴ പെയ്ത തീരെ ഇതിങ്ങനെ പോകാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ആട്ടോയൊക്കെ ആണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ കാറുകാർക്കൊക്കെ അത് ഏറ്റവും ബുദ്ധിമുട്ട്. ലോറി കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ പോകാൻ. നമുക്കൊക്കെ കണ്ടില്ലേ, നിങ്ങൾ ആ വണ്ടി കണ്ടില്ലേ, ചേസ് വരെ പൊട്ടിക്കണം നമ്മൾ ഇതിൽ പോയിട്ട് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ആരോട് കംപ്ലൈൻ്റ് ഒന്നും വേണ്ട കാര്യമില്ല. ഇവിടുത്തെ MLA അവസ്ഥ എന്താണാവും? വെറുതെ ബോട്ടും വാങ്ങി പോകാൻ തന്നെ ഉള്ളൂ. ജനങ്ങളുടെ കാര്യമൊന്നും ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓരോ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇലക്ഷൻ നേരെ നടന്നു നിലമ്പൂരൊക്കെ. അങ്ങനത്തെ ഓരോ MLA നല്ല MLA വരികയാണെങ്കിൽ കഴിച്ചിലാവും. ഇവിടെ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ തിരക്ക് ഇത്ര കുറവാണ്. തിരക്ക് അത്യാവശ്യം ഉണ്ട്, എന്നാലും ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. രാവിലെ 8:30 ഡ്യൂട്ടിക്ക് പോകുന്നവർ ഇറങ്ങേണ്ടത് ഒരു 7 മണിക്ക് ഇറങ്ങേണ്ടി വരും ഈ കുഴി കാരണം. പിന്നെ മഴ സമയത്ത് ഈ കുഴി അറിയാൻ പറ്റത്തില്ല. എത്രയാണ് കുഴി എന്ന് നമുക്ക് മീൻ പിടിക്കാൻ തക്കത്തിന് ആ കുളം പോലെയാണ് കിടക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വാഹനം ക്രോസ് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞാൽ വാഹനം ക്രോസ് ചെയ്ത് പോകാൻ 1 മണിക്കൂർ സമയം, കറക്റ്റ് 1 മണിക്കൂർ. എന്ത് ചെയ്യാൻ? ആരും ഒന്നും ഇടപെടുന്നുണ്ട്. ഒരു രക്ഷയില്ല, വണ്ടി ഓടാൻ വഴിയില്ല. 2 വീലറൊക്കെ ഇത് ഇടമുറയൊക്കെ കൊണ്ടിട്ട് ഇത് ചെങ്കോള തൊട്ട് പീപ്പമുക്ക് ജംഗ്ഷൻ കേരള ബാർഡറാണ്.
അവിടെ ഇത് പടുവാൽ വിഴുന്ന് കിടക്കുകയാണ് കംപ്ലീറ്റ്. എല്ലായിടും ഇത് നമ്മളെപ്പോലെ 2 വീലർ ഓട്ടി വരുന്നവർക്ക് എന്നെ പ്രശ്നം. 4 വീലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊയ്ക്കോളും. ബാക്കിൽ ആളിരുത്തി കൊണ്ടുവരാൻ വഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊണ്ടുവരാത്ത അവസ്ഥയാണ്. മഴക്കാലത്ത് എങ്ങനെയുണ്ട്? മഴക്കാലത്ത് നിന്ന് ഇറങ്ങി നടക്കാൻ തന്നെ ചെയ്യണം, വണ്ടി ഉരുട്ടി തന്നെ പോകണം, അല്ല വേറെ മാർഗ്ഗമില്ല. വണ്ടിയുടെ അടി മൊത്തം ഇടിച്ചിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പൊന്നോല കൊണ്ടുനടക്കുന്ന വണ്ടിയായിരുന്നല്ലോ, ആ കുഴിക്കകത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ മൊട്ടമായിട്ട് ഇടിക്കും. ഒരു കിണറിൻ്റെ കുഴിയുണ്ട്, മറ്റേ ആൾക്കാരാ മറ്റേ കുഴിച്ചു കൂടാനുള്ള കുഴിയുണ്ട് അതിനകത്ത്. രാത്രി ആരെങ്കിലും വന്ന് നേരെ കുഴിക്കകത്ത് തന്നെ. നമ്മൾ ഇത്രയും പൈസ ടോളും കൊടുത്ത് ഈ പൊട്ടി പൊളിഞ്ഞ വഴി കൂടെ കൊണ്ടുവന്ന് ഈ കാറിൽ ചവിട്ടി ചേർക്കുമ്പോഴത്തേക്കും കാറിന്റെ അടി മൊത്തം ഇടിക്കും, ആകെ പണിയാവുകയും ചെയ്യും. വെറുതെ എന്തിനാണ് ആൾക്കാരായിട്ട് ഈ ബുദ്ധിമുട്ടിക്കണേന്ന്. അതിന്റെ ബ്ലോക്കാണ് ഇത്രയും കണ്ടുകൊണ്ടിരിക്കണേ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇത് തന്നെ, ഇത്രയും പൈസ ടോളും കൊടുത്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. നെഞ്ചിടിക്കും, ഉറപ്പായിട്ട് പിടിക്കും. പിന്നെ ഇടിക്കാണ്ടിരിക്കോ? സ്ഥിരം കിട്ടുന്ന പണിയല്ലേ ഇത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കഴക്കൂട്ടം കാരോട് ബൈപ്പാസാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ സ്വപ്നപാതയിലേക്ക് കടക്കണമെങ്കിൽ കടമ്പകൾ ഏറെ ഉണ്ടെന്നുള്ളത് വാസ്തവം. അധികാരികൾ കണ്ണു തുറക്കണം, ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.